എന്ന് വെച്ചാൽ ADM നവീൻ ബാബുവിന് അസ്വാഭാവിക മരണത്തിൽ കുറ്റാരോപിതയായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ PP ദിവ്യയെ വളഞ്ഞിട്ട് പിടിക്കാൻ തന്നെയാണ് UDF സർക്കാരിന്റെ നീക്കമെന്ന് തോന്നുന്നു. PP ദിവ്യക്കെതിരായ അഴിമതി ആരോപണത്തിൽ വീണ്ടും വിജിലൻസ് അന്വേഷണത്തിന് നീക്കം. ദിവ്യയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് പുനഃപരിശോധിക്കും. ആഭ്യന്തര വകുപ്പ് വിജിലൻസ് മേധാവിയിൽ നിന്ന് വിവരങ്ങൾ തേടി. സഫ്വാൻ VP അതിന്റെ വിശദാംശങ്ങളുമായി. സഫ്വാൻ, അന്ന് വിജിലൻസ് തന്നെയാണ് PP ദിവ്യയുടെ ഈ അഴിമതി ആരോപണത്തിൽ അന്വേഷണം നടത്തി ക്ലീൻ ചിറ്റ് നൽകിയതെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ അതേ വിജിലൻസിനെ കൊണ്ട് ആ കേസ് റീഓപ്പൺ ചെയ്യിപ്പിക്കാൻ പോകുന്നു സർക്കാർ. എന്തായിരിക്കും സർക്കാരിന്റെ ഉദ്ദേശം? എവിടെ വെച്ച് തുടങ്ങുമായിരിക്കും വിജിലൻസ്? ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് അന്വേഷണമാണ്. ഒന്ന് വിജിലൻസിന്റെ അന്വേഷണവും മറ്റേത് ജില്ലാ പഞ്ചായത്ത് ആയതുകൊണ്ട് തദ്ദേശ വകുപ്പിന്റെ അന്വേഷണവുമാണ് നടന്നിരുന്നത്. അതിൽ വിജിലൻസിന്റെ അന്വേഷണത്തിലാണ്, പ്രാഥമിക അന്വേഷണത്തിലാണ് PP ദിവ്യക്ക് ക്ലീൻ ചീറ്റ് നൽകുകയും അത് സർക്കാർ LDF സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഈ കേസ് റീഓപ്പൺ ചെയ്യാനുള്ള നടപടിയിലേക്ക് പുതിയ ആഭ്യന്തര വകുപ്പ് കടക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. നേരത്തെ വിജിലൻസ് മേധാവിയിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. നടപടിക്രമങ്ങളിൽ വീഴ്ച എന്ന മുൻ റിപ്പോർട്ട് ആയുധമാക്കിയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഏതായാലും വിജിലൻസ് കടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തദ്ദേശ വകുപ്പ് നടത്തിയ അന്വേഷണ പുരോഗതിയും ഈ പുതിയ അന്വേഷണത്തിലേക്ക് നീണ്ടുപോകുന്ന കാര്യത്തിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ വിജിലൻസും ആഭ്യന്തര വകുപ്പും അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലീൻ ചീറ്റ് നൽകിയ ഒരു കേസിൽ എങ്ങനെ അത് റീഓപ്പൺ ചെയ്യുമെന്നുള്ളൊരു ആലോചനയിലാണ് ആഭ്യന്തര വകുപ്പ് ഉള്ളത്. നേരത്തെ സൈഫ് സൂചിപ്പിച്ച പോലെ നവീൻ ബാബു കേസിൽ CBI അന്വേഷണത്തിന് വിട്ട ഒരു സാഹചര്യമുണ്ട്. PP ദിവ്യയെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസ് കൂടി റീഓപ്പൺ ചെയ്യാനുള്ള ഒരു ഘട്ടത്തിലേക്കാണ് ഏതായാലും സർക്കാർ കടക്കുന്നത്. ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു ബിനാമി കമ്പനിക്ക് അനധികൃതമായി അനുമതി നൽകിയെന്നും അതിൽ അഴിമതി നടത്തിയെന്നുമാണ് ആരോപണം. അന്നത്തെ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ അന്വേഷണം തുടരാനായിരുന്നു ഈ LDF സർക്കാരിന് കീഴിലുള്ള വിജിലൻസ് നൽകിയിരുന്നത്. PP ദിവ്യയെ ഈ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും PP ദിവ്യക്ക് ക്ലീൻ ചീറ്റ് നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. 2020-24 ഘട്ടത്തിൽ PP ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഈ കേസിനുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടിയും കാര്യങ്ങളും ഈ ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം ഉണ്ടാകുന്നത്. ഇതിലാണിപ്പോൾ വീണ്ടും നേരത്തെ KSU നേതാവായ മുഹമ്മദ് ഷമ്മാസ് അടക്കം ഈ കേസിൽ തുടർ നടപടി ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പിനെ അടക്കം സമീപിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പരിശോധന ഉണ്ടാകാൻ കഴിയുന്നത്. ക്ലീൻ ചീറ്റ് ലഭിച്ച ഒരു കേസായതുകൊണ്ട് അതിന്റെ തുടർ നടപടി സാധ്യമാണോ എന്നുള്ള തരത്തിലുള്ള അന്വേഷണങ്ങളാണ് നടത്തുന്നത്. ഏതായാലും ആഭ്യന്തര വകുപ്പിനും വിജിലൻസിനും ലഭിച്ച ഒരു നിയമോപദേശം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വിജിലൻസ് മേധാവിയിൽ നിന്ന് വിവരങ്ങൾ തേടിയതിനുമായി ബന്ധിച്ച വിവരങ്ങൾ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായിരുന്നു, PP ദിവ്യക്ക് വീഴ്ച ഉണ്ടായിരുന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് ആയുധമാക്കിയിട്ടായിരിക്കും തുടർ അന്വേഷണത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് തദ്ദേശ വകുപ്പ് നടത്തിയ അന്വേഷണത്തിന്റെ പുരോഗതിയും പുതിയ വകുപ്പ് പരിശോധിക്കും. അതനുസരിച്ചായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടിയും അന്വേഷണത്തിലേക്കും ആഭ്യന്തര വകുപ്പും വിജിലൻസും കടക്കുക. സേഫു. യെസ്, എന്തായാലും PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരിക്കെ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ബിനാമി കമ്പനി തുടങ്ങുന്നു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഈ കമ്പനിയുടെ മറവിൽ നടത്തിയെന്നായിരുന്നു അന്ന് മുഹമ്മദ് ഷമ്മാസ് വിജിലൻസ് നൽകിയ പരാതി. എന്നാൽ പ്രസ്തുത പരാതിയിന്മേൽ 6 മാസത്തോളമായിട്ടും മൊഴിയെടുക്കുകയോ പ്രാഥമിക അന്വേഷണം നടത്തുകയോ ചെയ്തില്ലെന്ന് ആരോപിച്ച് മുഹമ്മദ് ഷമ്മാസ്, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന ഷമ്മാസ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച് നമ്മൾ കണ്ടതാണ്. തുടർന്ന് വിജിലൻസിനോട് ഹൈക്കോടതി വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. പിന്നീട് ആ കേസിൽ കാര്യമായി ഒന്നും അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിജിലൻസ് ഈ PP ദിവ്യക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഭരണം മാറുന്നു, UDF സർക്കാർ അധികാരത്തിലെത്തുന്നു. രമേശ് ചെന്നിത്തലയുടെ നിയന്ത്രണത്തിനാണ് ഇപ്പോൾ വിജിലൻസ് വകുപ്പുള്ളത്. ആ കേസ് റീഓപ്പൺ ചെയ്യാൻ പോകുന്നപ്പോൾ വിജിലൻസിനെ കൊണ്ട്
ക്ലീൻ ചിറ്റ് ചെയ്യിപ്പിച്ച അതേ വിജിലൻസിനെ കൊണ്ട് തന്നെ കേസ് റീഓപ്പൺ ചെയ്യിപ്പിക്കുമ്പോൾ ഇനി എന്തായിരിക്കും വിജിലൻസിന്റെ തുടർ നീക്കങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്.